ദൈവത്തിൻ്റെ വചനം നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിച്ചത് ഇപ്രകാരമാണ്. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരത്തെയും വിട്ട് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗമാണ്. അതായത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ അവൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള വഴിയാണ്. രണ്ട് കാര്യങ്ങളാണ്: വിചാരങ്ങളിലെ നീതികേടും വഴിയിലെ ദുഷ്ടതയും. എന്താണ് ഒരു മനുഷ്യൻ വിചാരത്തിലുള്ള നീതികേട്? മുന്നമേ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും തമ്മിലുള്ള തിരിച്ചറിവാണ് ഒരു ദൈവഭക്തന് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരിക്കേണ്ടത്. മോഹവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബന്ധമെന്താണ്? ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ അസംഖ്യമാണ്. എല്ലാ ആവശ്യങ്ങളും തീർന്ന ഒരു മനുഷ്യനുമില്ല. അല്ലെങ്കിൽ ബോധമില്ലാത്തവനായിരിക്കണം, അല്ലെങ്കിൽ അതീന്ദ്രിയ പ്രാപിച്ചവനായിരിക്കണം. അല്ലാത്തവർക്കൊക്കെയും എണ്ണിയാൽ തീരാത്ത ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങളൊക്കെയും നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വന്നാൽ ഉടനെ തന്നെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക, ദൈവത്തെ ബോധിപ്പിക്കുക. എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട്, പ്രാർത്ഥിച്ച് ചോദിക്കാം. അത് വ്യവസ്ഥയാണ്, അതിനൊരു ഒരു തടസ്സമില്ല. എന്നാൽ വചനം പറയുന്നത് മോഹിക്കരുത്. മോഹിക്കുന്നത് പാപമാണ്. എന്താണ് മോഹവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ഇനി ദൈവം ദാവീദിനോട് പ്രകാരം പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നില്ലേ? ഏത്? ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ കവർന്നെടുത്ത് ഊരിയാവിനെ കൊന്ന് അത്രയും ദുഷ്ടതയെല്ലാം ചെയ്തു നിൽക്കുമ്പോൾ ദൈവം തൻ്റെ ദാസൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിനോട് പറയുകയാണ്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നു. നിന്റെ യജമാനൻ്റെ സകല സമ്പത്തും സ്ഥാനവും, നിനക്ക് വേണ്ട സ്ത്രീകളെയും, നിനക്ക് വേണ്ടത് എന്തോ അത് ഞാൻ തന്നു, ഇല്ലേ? എന്നിട്ട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, പോരാ എങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ തരുമായിരുന്നു. ആ വാക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രവാചകൻ മുഖാന്തരം ദൈവം പറഞ്ഞ വാക്കുകൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിന്റെ മാറുവിടത്തിലേക്ക് നിന്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. കർത്താവ് കൊടുത്ത കാര്യത്തെ പറയുക. എത്രമാത്രം ഭാര്യമാരെ നിനക്ക് തന്നു, എത്രമാത്രം മനുഷ്യരെ തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, പോരായെങ്കിൽ ഇന്നിന്നതും കൂടി ഞാൻ നിനക്ക് തരുമായിരുന്നു. നിനക്കത് പോരാ, എനിക്ക് കുറച്ചുകൂടെ ഭാര്യമാർ വേണം, കുറച്ചുകൂടെ ആളുകൾ വേണം എന്ന് പറഞ്ഞ് നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഞാൻ തരുമായിരുന്നു. ദൈവമാണ് ഒരു മനുഷ്യനോട് പറയുന്നതെന്ന് ഓർക്കണം. ദാവീദിനോട് പറയുകയാണ്, ഇത്രയെല്ലാം നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു, അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ആ കാര്യം നോക്കണം. നിനക്ക് എത്ര വേണമെങ്കിലും ഇനിയും തരുമായിരുന്നു, നീ ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് നീ എന്ത് ചെയ്തു? എന്നെ നിരസിച്ച് അതെടുത്തു. അപ്പോൾ അവൻ ചെയ്ത തെറ്റെന്താ?
അവൻ അവിടെ ചെയ്ത തെറ്റെന്താ? ആ തെറ്റിനെക്കുറിച്ച് വചനം പറയുന്നത് 2 ശമൂവേൽ പുസ്തകം 11-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ, ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെപ്പറ്റി അന്വേഷിച്ചു. അങ്ങനെ ആ സ്ത്രീയെ എടുത്തു. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, അത് നിന്റെ സഹോദരൻ്റെ ഭാര്യയാണ്, എടുക്കരുത്. ദൈവത്തിന് കൽപ്പന നിരസിച്ചതിന് ശേഷം അവൻ അതിനെടുത്തു. എന്താണ് കാരണം? അതാണ് മോഹമെന്ന് പറയുന്നത്. അവിടെയാണ് മോഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. മോഹം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ദൈവത്തെ നിരസിക്കും. മോഹം, ശാഠ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നാൽ പിന്നെ ദൈവം പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ടാണ് ചില സ്നേഹത്തിലിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അവർക്ക് ഈ ലോകം മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ അതിൽ നിന്ന് പിന്മാറില്ല. രണ്ടും ഒരുമിച്ച് പോയി ആത്മഹത്യ ചെയ്യുന്നതും തുടർന്നുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ നിന്നാണ്. അതിൻ്റെ കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും നിങ്ങൾ ഇച്ഛിക്കുന്നു. പിശാചാണ് മനുഷ്യനിൽ മോഹമുണ്ടാക്കുന്നത്. ദൈവം മനുഷ്യനിൽ ആഗ്രഹമുണ്ടാക്കും, ഇച്ഛയുണ്ടാക്കും. പിശാച് മനുഷ്യനിൽ മോഹമുണ്ടാക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നമ്മിൽ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ആഗ്രഹമുണ്ടാക്കി. എസ്രായുടെ കാലത്ത് ആലയം അലങ്കരിക്കേണ്ടതിന് വേണ്ടി പോകാനായിട്ടൊരു കൽപ്പനയുണ്ടായി. ഹൃദയത്തിൽ ആഗ്രഹം തോന്നിയ, ദൈവം തോന്നിച്ചവർ പോയി. ദൈവം ഹൃദയത്തിൽ ആഗ്രഹിച്ചവർ പോയി. അപ്പോൾ ദൈവം മനുഷ്യൻ്റെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിപ്പിക്കാം. പക്ഷേ പിശാച് കൊണ്ടുവന്നത് അങ്ങനെയല്ല. പിശാച് കൊണ്ടുവരുന്നത് മോഹമാണ്. മോഹിച്ച് ഒരു കാര്യം ചെയ്യാൻ ഉറച്ചാൽ പിന്നെ ദൈവം പറഞ്ഞാലും കേൾക്കില്ല. കാരണം അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, അത് ചെയ്യിക്കുന്നത് ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ന്യായപ്രമാണം പറയുന്നത് മോഹിക്കരുത്. മോഹിക്കുന്നത് പാപമായി തീരും. ഇവിടെയാണ് മനുഷ്യൻ്റെ ജീവിതം തെറ്റുന്നതും മനുഷ്യൻ്റെ ജീവിതം അബദ്ധത്തിൽ വീഴുന്നതും. ഇവിടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, ആദ്യം നമ്മൾ വായിച്ചു കേട്ടതുപോലെ, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരത്തെയും വിട്ടകന്നു കൊള്ളട്ടെ. നീതികേട് ആരംഭിക്കുന്നത് വിചാരത്തിൽ കൂടിയാണ്. വിചാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മോഹം. വിചാരത്തിൽ പെടുന്നതാണ്. അപ്പോൾ വിചാരത്തിൽ കൂടി ഒരാൾ മോഹത്തിന് കീഴ്പ്പെട്ടാൽ ഉടനെ ദൈവം വാദിക്കും. വിചാരിക്കുമ്പോൾ തന്നെ ദൈവം വാദിക്കും. അത് കേട്ടാൽ അങ്ങ് ഒഴിഞ്ഞു മാറിയാൽ മതി. നിനക്കത് ചെയ്യാൻ പാടില്ല, നീ ദൈവത്തിൻ്റെ പൈതലാണ്, നീ ദൈവത്തിൻ്റെ ദാസനാണ്, നീ അത് ചെയ്താൽ അത് ദൈവത്തെ നിരസിക്കുന്നതിന് തുല്യമാണ്, നീ ദൈവത്തിൻ്റെ മകനാണ് മുതലായിട്ടുള്ള വാദങ്ങൾ വരുമ്പോൾ അതങ്ങ് വിട്ടുകളഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ മോഹിച്ചിട്ടാണെങ്കിൽ വിട്ടുകളയില്ല, അവിടെ നിൽക്കും. അതെങ്ങനെ നേടിയെടുക്കാമെന്ന് നോക്കി. ദാവീദിൻ്റെ ഹൃദയത്തിൽ നീതികേട് വിചാരത്തിൽ വന്നു, മോഹം വന്നു. അതെങ്ങനെ നിവർത്തിക്കുമെന്ന് അന്വേഷിച്ചു. അടുത്ത വഴിയാ. എങ്ങനെ നിവർത്തിക്കും നോക്കിയപ്പോൾ അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്, അതിസുന്ദരിയാണ്. ഏതായിരുന്നാലും അവനെ ഇല്ലാതാക്കി, അവനെ കൊന്ന് തൻ്റേതാക്കി. വഴി. അപ്പം നീതികേടും വിചാരവും, അല്ലെങ്കിൽ വിചാരത്തിലും ഉണ്ടായ നീതികേടും വഴിയിലുണ്ടായിരുന്ന ദുഷ്ടതയും രണ്ടും ദാവീദിൽ വെളിപ്പെട്ടു. വിചാരത്തിൽ വരുന്ന നീതികേട് നിവർത്തിക്കാൻ മറ്റു വഴികളില്ല, ദുഷ്ടതയേ ഉള്ളൂ. അതുകൊണ്ട് ആരായിരുന്നാലും
ആരായിരുന്നാലും വിചാരത്തിൽ നീതികേടുണ്ടെങ്കിൽ തീരുമാനിച്ചാൽ മതി. ദുഷ്ടത കൊണ്ടേ അത് പ്രാപിക്കാൻ പറ്റുള്ളൂ. ആ ദുഷ്ടത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ദ്രോഹമായിരിക്കും. അതിനാൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. നോക്കി, കണ്ടു, മോഹിച്ചു. ഉടനെ അന്വേഷിച്ചു ഈ പെൺകുട്ടി ഏതാണ്. തൻ്റെ ദാസനായി ഊരിയാവിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലായി. എങ്ങനെ കൈവശമാക്കാം? തന്ത്രപരമായിട്ട്, വിദഗ്ധമായിട്ട് അതൊക്കെയും കൈവശമാക്കി. ദുഷ്ടത മുഴുവനും അവിടെ ചെലവഴിച്ചു. അപ്പോൾ ഹൃദയത്തിൽ നീതികേട് വന്നപ്പോഴും ദൈവം പറഞ്ഞു, പ്രവൃത്തിയിൽ അത് ദുഷ്ടതയിൽ വഴിയിൽ ദുഷ്ടത വന്നപ്പോഴും ദൈവം പറഞ്ഞു. രണ്ടും കേട്ടില്ല. കൈവശമാക്കി. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ വിചാരത്തിലുള്ള നീതികേടും അത് കൈവശമാക്കാനുള്ള ദുഷ്ടതയും വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ ദൈവത്തിന് അത് ഏറ്റവും പ്രസാദമുള്ളതാണ്. ഇത് തന്നെയാണ് നോഹയുടെ കാലത്തും സംഭവിച്ചത്. മനുഷ്യർ മുഴുവനും ഓരോരോ ആഗ്രഹങ്ങളുമായിട്ട് നടക്കുക. കൊതി അല്ലെങ്കിൽ മോഹമെന്ന് പറയുന്നതിന് അന്തമില്ല. കാരണം അതിനാൽ അവൻ തീരാനുള്ളതാണ്. ഹാമാൻ എന്ന് പറയുന്ന യഹൂദൻ്റെ ശത്രുവിന് ആഗ്രഹമാണ്, മോഹമാണ്, എല്ലാവരും തന്നെ കുമ്പിടണം. എല്ലാവരും കുമ്പിടുകയും ചെയ്തു. പക്ഷെ ഒരാൾ മാത്രം കുമ്പിടുന്നില്ല. മൊർദെഖായി എന്ന് പറയുന്ന യഹൂദൻ മാത്രം കുമ്പിടുന്നില്ല. അവനും കുമ്പിടണം, കുമ്പിട്ടേ മതിയാവൂ. ഒടുവിൽ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത വഴി അന്വേഷിച്ചു. വഴി നോക്കിയപ്പോൾ യഹൂദന്മാരെ മുഴുവനും നശിപ്പിക്കാനുള്ള വഴി കണ്ടുപിടിച്ചു. വിചാരത്തിലെ നീതികേടും വഴിയിലെ ദുഷ്ടതയും വെളിപ്പെട്ടു. എന്ത് സംഭവിച്ചു? അവനും അവൻ്റെ ഭവനവും ഇല്ലാതെയായി നശിച്ചുപോയി. ഇന്ന് ദൈവത്തിൻ്റെ സഭയോടും കർത്താവ് പറയുന്ന പ്രകാരമാണ്. വിചാരത്തിലെ നീതികേട്, വഴിയിലെ ദുഷ്ടത, ഇത് രണ്ടും നീക്കിയാൽ ദൈവത്തിലേക്ക് മടങ്ങി വരാം. അവൻ ധാരാളം ക്ഷമിക്കും. അവൻ കൈക്കൊള്ളുവാൻ ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് രണ്ടും വിടണം. വിചാരത്തിൽ വന്ന നീതികേടും ആ നീതികേട് നിവർത്തിക്കാൻ സ്വീകരിച്ച മാർഗവും ജീവിതത്തിൽ നിന്ന് വിട്ടുകളയാം. അങ്ങനെയെങ്കിൽ ദൈവം ധാരാളം ക്ഷമിപ്പാൻ കഴിവുള്ളവനും കൈക്കൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുവാൻ മനസ്സുള്ളവനുമാണ്.